ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ എനിക്കൊരു ചെറിയ സങ്കടം പറയാനുണ്ട്. എൻ്റെ വീഡിയോ ആരും കണ്ടില്ല. എനിക്ക് ഇച്ചിരി സങ്കടം ഉണ്ട് കേട്ടോ, വിഷമമൊന്നുമില്ല, ഇച്ചിരി സങ്കടം. എന്നാലും ആരെങ്കിലുമൊക്കെ അത് കണ്ടേക്കണേ. പിന്നെ നമ്മൾ ഇന്ന് അടിച്ചു മാറ്റാൻ പോണ കാർ ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയാം. ഡൊമിങ്കോസ് വിളിക്കണം. എന്താ ഡൊമിങ്കോസേ? എടാ, നീ അതൊന്നും അറിഞ്ഞില്ലേ? പോയി ന്യൂസ് വെച്ച് നോക്കടാ. ഒരു ഭീകരമായ സംഭവം നമ്മുടെ ചുറ്റുണ്ട്. നീ അറിഞ്ഞില്ലേ? നീ പിന്നെ എന്തിനു കിടക്കണാടാ? ഓക്കെ, ഞാൻ കാണാടാ. സോ ഗൈസ്, ഡൊമിങ്കോസ് ഇത് ഭീകരമായ കാര്യമുണ്ട് അതുകൊണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നമുക്ക് നേരെ നമ്മുടെ ന്യൂസ് വെച്ച് നോക്കും. എന്താണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ? നേരെ പോയി വെച്ച് നോക്കാം. ന്യൂസേ പറയൂ. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് വെച്ചാൽ ഈ ടാർസൻ കാറിനെ കുറിച്ചാണ്. ഈ കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ആളെ കൊണ്ട് ഈ കാറാണ് ഈ ആളെ കൊണ്ടത്. ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാത്രികളിൽ ആളുകളെ കൊല്ലുന്ന ഇത് വളരെ അപകടകര കാര്യമാണ്. ഇതിൻ്റെ കൊല്ലുന്ന ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ കാണാം. കണ്ടോ? നിങ്ങളിത് കാണും ഗൈസ്. എന്താന്ന് വെച്ചാൽ ഈ കാറ് ഒരാളെ തൊപ്പിയാണ് നടക്കുന്നത്. രണ്ട് മൂന്ന് ആൾക്കാരെ കാണാൻ. എന്നിട്ട് ദേ കണ്ട ഗൈസ്, ഇയാളെയും കൊന്ന് മിക്കവാറും മുമ്പിൽ പോകുന്ന ആളെയും കൊല്ലും. മുമ്പിൽ പോകുന്ന ആളെയും കൊന്നു. ഇതാണ് ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി തലകറങ്ങിപ്പോയി. എന്തായാലും നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ എനിക്കും ഡൊമിങ്കോസിനെ പറയാം. അപ്പോൾ നമുക്കൊരു വലിയ മിഷന് പോകണം. അതിന് മുമ്പ് നമുക്ക് റിയ ഷിൻചാൻ പിൻചാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാം. റിയ ഷിൻചാൻ പിൻചാൻ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ സിറ്റിയിൽ വളരെ ഒരു അപകടമുണ്ട്. അത് സോൾവ് ചെയ്യാൻ എന്നെയും ഡൊമിങ്കോസിനെ പറ്റുള്ളൂ. അത് ഞാൻ പോവാണ് കേട്ടോ. ഞാൻ വിഷയൊക്കെ കഴിഞ്ഞിട്ട് വരാം. വിജയശ്രീ ലാളിതനായി വരൂ. അത് തന്നെ എനിക്കും പിഞ്ചാനും പറയാനുണ്ടോ. പോയിട്ട് വാ ഫ്രാങ്ക്ലിൻ ബൈ. ഓക്കെ ഗൈസ്, ഓക്കെ, നിങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യും. അപ്പം ഞാൻ പോയിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ അങ്ങനെ റിയൽ പിഞ്ചാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സെഡായി പോയി. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയി. ഇതിൻ്റെ സൊല്യൂഷൻ എന്തായാലും അവൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ തലച്ചോറ് പ്രവർത്തിച്ചാലാണ് ഈ സിറ്റി രക്ഷപ്പെടുള്ളൂ. കണ്ടോ, നമ്മൾ ഇവിടുന്ന് കുറച്ച് കാറൊക്കെ അടിച്ച് മാറ്റെങ്കിലും നമ്മൾ കുറച്ച് ഗുണമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ആ കാറിന് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല, ഒരു തേങ്ങ അറിയില്ല. ഡൊമിങ്കോസാണ് നമ്മുടെ അതിൻ്റെ മാസ്റ്റർ മൈൻഡ്, എന്ന് വെച്ചാൽ മാസ്റ്റർ ബ്രെയിൻ. ഇനി നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. നമുക്കിപ്പോൾ ഏകദേശം ഒരു 200 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണമായ ആ ഈഗോ മാറ്റർ എന്ന് വെച്ചാൽ ആ സിസ്റ്ററിൻ്റെ ആ പരിപാടി. ആ സിസ്റ്റർ നമ്മളെ ഇന്നലെ ഞാനൊന്ന് വിളിച്ചപ്പോൾ കൺഗ്രാജുലേഷൻ പറഞ്ഞു. കണ്ടോ, കൺഗ്രാജുലേഷൻ, 200 സബ്സ്ക്രൈബേഴ്സാണ്. കൺഗ്രാജുലേഷൻ. അന്ന് പുച്ഛിച്ച പറഞ്ഞ ആൾ ഇന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ നല്ലോണം ഗ്രോത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും ഗ്രോത്ത് വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതൊരു സന്തോഷ വാർത്തയാണ്. ഇപ്പം നമ്മളിങ്ങനെ വന്നത് എൻ്റെ എയർലൈൻസ് വഴിയാണ്, ഡിഫൻഡർ എയർലൈൻസ്. ഞാൻ കൈരോട്ട് പറഞ്ഞാൽ ബുക്കിംഗ് ഒക്കെ എല്ലാം ഫ്രീയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ കാശൊക്കെ തന്നാൽ മതി. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ തലകുത്തി പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ചാടി പൊക്കോട്ടേക്ക് പോയിട്ട് താഴത്തേക്ക് വരും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര ഇവിടുത്തെ ഗ്രാവിറ്റിയൊക്കെ അങ്ങനെയാണ്, സ്പെഷ്യൽ ഗ്രാവിറ്റിയാണ്. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഗൈസ്. അല്ലെങ്കിൽ ഭയങ്കര കട്ട സീനാവും. നമ്മളാണ് ഇവിടുത്തെ ഒരു ഗ്യാങ്സ്റ്റർ. അല്ല, അവനൊരു കാറ് വന്ന് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില പോവില്ലേ. അതാണ് നമ്മളെ സിറ്റി രക്ഷപ്പെടുന്നത്. എല്ലാവരും ആരും രക്ഷപ്പെടുത്തും ഈ സിറ്റീനെ. എനിക്ക് വട്ടല്ലേ. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. എടാ, ഞാൻ ആ ബെഡിൽ ഇരിക്കുന്ന സൂപ്പർമാൻ്റെ കേപ്പ് എടുത്തിട്ട് എനിക്ക് സൂപ്പർമാൻ്റെ കുറച്ച് പവർ കിട്ടും. ഇനി അതുകൊണ്ട് നീ കൺസിഡർ ചെന്നാൽ നീ ഒരു സ്ഥലത്തെത്തും. അവര് പറയണ പോലെയൊക്കെ ചെയ്ത് ഒരു സാധനവും കളക്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് പോയി ഓം സംക്രാന്തി മംഗളാതി കണ മന്ത്രം ചൊല്ലിയാൽ നിനക്ക് എൻ്റെ ബാധ ഒഴിപ്പിക്കാൻ പറ്റും. പിന്നെ ആ കാറ് നീ പറയണ കേൾക്കും. എന്ന് വെച്ചാൽ നിനക്ക് കയറി ഓടിച്ച് സാധനം കാറിനെ കൊണ്ടുപോകും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ സൂപ്പർമാൻ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പവറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പവർ നോക്കാം, നമ്മുടെ കാറിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, കാറ് പൊട്ടിത്തരച്ചല്ല. എന്തായാലും നമുക്ക് നേരെ കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ. കണ്ടോ, നമുക്ക് സൂപ്പർ സ്പീഡും കിട്ടിയിട്ടുണ്ട്. എന്ത് സ്പീഡിലാണ് ഞാൻ പോകണമെന്നുണ്ടോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. സോ ഗൈസ്, നമ്മളിത് എവിടെ വെച്ചേക്കണേ? അത് ഇപ്പോഴും സൂപ്പർ സ്പീഡൊക്കെ ഉണ്ട്, സൂപ്പർമാൻ്റെ പവറുണ്ട്. ഇവിടെ ഇവർ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഒരു പോർട്ടൽ ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യണം. അത് ഡൊമിങ്കോസ് പറഞ്ഞത് നിങ്ങൾ കേട്ടാണല്ലോ. അയ്യോ, ഈ പോർട്ടൽ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണോ അമ്മമാർ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാണല്ലോ ഗൈസ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇത് വെച്ച് കത്തിച്ച് വെക്കാം.
ഇനി ലാസ്റ്റ് അറ്റംപ്റ്റ് ഇത് എന്തായാലും സക്സസ്ഫുൾ ആവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തായാലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഓ സക്സസ്ഫുള്ളായി ഗൈസ്, നമ്മളതിൻ്റെ ഉള്ളിൽ അങ്ങനെ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പോയി എന്താ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ലാവാ ബ്ലോക്കും ഒരു കല്ലും പിന്നെ വേറെ സംഭവം. ഇതെന്താ കാട്ട് വന്നേ, ഇതിനെ കൊന്നാലോ? ഇതിനെ കൊല്ലാം, നമുക്ക് കുറച്ച് അഹങ്കാരം കൂടെയാണ്. കണ്ട ഒരെണ്ണം ചത്ത് ഇതിനെ കൊല്ലുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. എന്തായാലും അയ്യോ തീ പിടിച്ച് ഇപ്പോൾ സീൻ്റെ സൂപ്പർമാൻ്റെ പവറുള്ള കാരണം അല്ലെങ്കിൽ ഇപ്പം പടിയായേനെ. സോ ഗൈസ് ഇതാണ് നമുക്ക് പൊട്ടിക്കാനുള്ള സംഭവം. എന്താണ് എൻ്റെ ഡയമണ്ട് സോഡ് വെച്ച് പൊട്ടാത്തത്? ഇത് ഡയമണ്ട് സോഡാണ് കേട്ടോ, കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ വെച്ച് മനസ്സിലായിരുന്നു. കൈ വെച്ച് പൊട്ടിക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും പവറുണ്ടോ? അപ്പോൾ കത്തിച്ചാമ്പലായിരുന്നു. ഇതാണ് ഗോൾഡ്. ഇതും പൊട്ടിക്കണം, പിന്നെ ഇതും പൊട്ടിക്കണം, പിന്നെ ഇവനെയും കൂടി അങ്ങോട്ട് വന്നേക്കാം. എന്തെല്ലാം അറിയില്ല, ഒരു മനസ്സുഖമാണ് ഗൈസ്, ഒരു മനസ്സുഖമാണ് ഇനിയൊക്കെ കൊല്ലുമ്പോൾ. അങ്ങനെ അതിനെ കൊന്നു. ഇനി നമുക്ക് നേരെ പോയി അതേ പോർട്ടൽ തന്നെ ഉണ്ടാക്കി നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോവാം. ഈ പോർട്ടൽ ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. നമ്മൾ ഭയങ്കര പ്രോയായി, ഒറ്റ അട്ടം ചെയ്താൽ പിന്നെ പ്രോയാണ്. നീ ഇത് വെച്ചൊന്ന് കത്തിക്കണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ സൂപ്പർമാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നൈറ്റ് കം. എന്ന് വെച്ചാൽ രാത്രി ഞാൻ കാത്തിരിക്കുക. എന്നാലേ ആ ടാർസൻകാർ ഇറങ്ങുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അവിടെ പോയി അവിടെ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാം. അല്ലാതെ നമുക്ക് വേറെ പണിയില്ലല്ലോ. അപ്പം രാത്രി ആകുമ്പോൾ കാണാം. ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ടാർസൻകാർ ഇറങ്ങുന്ന സമയമായിട്ടുണ്ട്. നമുക്ക് ടാർസൻകാരനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓ ദീ കിടക്കുന്ന ടാർസൻകാർ. ഞാൻ എൻ്റെ അടുത്ത് പോയി മന്ത്രമൊക്കെ ചൊല്ലണം. എന്താ ടാർസൻകാർ എന്താ ആരെയും കൊല്ലാൻ നോക്കിക്കാന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഓം സംക്രാന്തി മങ്ക്രാന്തി മങ്കാടി ചിൻ ചാക്കടി. സോ ഗൈസ് ഇപ്പം ടാർസൻകാർ നോർമലായിട്ടുണ്ട്. ആ ടാർസൻകാർ നോർമലാകുമ്പോൾ കേപ്പ് പോകുന്നു ഡൊമിങ്കോസ് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഈ കാറിന് സ്വന്തമായി ഗൈസ്, ഒരു കാർ കിട്ടി ഗൈസ്. സീൻ കാറാണിത്. ഇനി എന്തൊക്കെയാണ് പറയണം ആക്കെ നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഇത് പാർക്കിൽ പോയി കിടക്കട്ടെ. ഇപ്പം സമയം എത്രയാണെന്ന് അറിയാം ഗൈസ്, രാത്രി 1 മണിയായി. പോയി കിടന്നുറങ്ങിയിട്ട് നാളെ ഗൈസ് ഞാൻ രാവിലെ എണീറ്റല്ലോ ഗൈസ്, കിടക്കാൻ എണീറ്റുള്ളൂ. ഇനി നമുക്ക് നേരെ പോയി റിയേനെ ഷിൻചാനെ പിഞ്ചാനെ നമ്മളെ കാറ് കൊണ്ട് കാണിച്ചിട്ട് തരാം. റിയോ ഷിൻചാനും പിഞ്ചാൻ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ജീവനോടെത്തി. പിന്നെ ആ കൂടെ ഒരു കാറും കൊണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്ന് താഴത്തേക്ക് വായോ. അവർ നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസാണ് തന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് താഴത്ത് നെഗറ്റീവ് റെസ്പോൺസ് തരാൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ടാർസൻകാരന് വീണ്ടും ബാധ കയറാമെന്ന് നോക്കി അവിടെ എങ്ങാനും ചൊറി കുത്തി. റിയ ഷിൻചാൻ പിഞ്ചാൻ എങ്ങനെയുണ്ട് ഈ ടാർസൻകാർ? ഇതിന്റെ പേര് കുറച്ച് വിയറാണ്, പക്ഷെ ഇതൊരു കിടിലൻ കാർ തന്നെ ഫ്രാങ്ക്ലിനെ. ഫ്രാങ്ക്ലിൻ ഭയങ്കര അധ്വാനത്തിന്റെ വനം കിട്ടി. എന്തായാലും കിടിലൻ കാർ തന്നെ. എന്താണ് പിഞ്ചന നമ്മളെന്ന് ആക്കി പറഞ്ഞ പോലെ എനിക്ക് തോന്നിയല്ലോ. ഓക്കെ സോ ഗൈസ് റിയക്ക് ഷിൻചാനും പിഞ്ചാനും നമ്മുടെ കാർ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ വേറെ വശംസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ അടിച്ചു വെച്ചാൽ ദൈവത്തിനറിയാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നൂരിയിട്ട് അപ്പം ഗുഡ് ബൈ.